ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അതുപോലെ കോഴ്സ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോഴ്സ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റും കിട്ടുകയായിരുന്നു. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റ്. കുറെ പേർക്കൊന്നും ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് അറിയത്തില്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയുടെ യൂസ് എന്താണെന്ന് സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റും കോഴ്സ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബേസിക്കലി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെക്കാളും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എളുപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ദെൻ ഇപ്പൊ നമ്മൾ എന്തിനാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ബേസിക് ആയിട്ട് ഐഡിയ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു MA ഇംഗ്ലീഷ് കോഴ്സ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക, എയ്ഡഡ് സ്ഥാപനത്തിൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ അപ്പോയിന്റ്മെന്റ് പാസ്സാവുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കഴിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ BEd കഴിഞ്ഞ് നിങ്ങൾ സെറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി കം റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക സെറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അപ്രൂവ് ആയി കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഈ ഒരു കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുമായിട്ട് ഇക്വിവാലന്റ് ആണെന്ന് നമ്മൾ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ബാക്കി ഡീറ്റെയിൽസിനെ പോകുന്നതിന് മുമ്പ് വി വുഡ് ലൈക്ക് ടു ഇൻഫോം ദാറ്റ് നമ്മുടെ ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ക്ലാസ് 10 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട 10ലെയും +1ലെയും+2ലെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ടോപ്പിക്കുകൾ, സം ജനറൽ ടോപ്പിക്കുകൾ, ഇവയുടെ എല്ലാ ഡിസ്കഷൻസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ജസ്റ്റ് നമ്മൾ ഇക്വലൻസി ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു പേജിലേക്കാണ് വരിക. ആ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് ടാബുകളുണ്ട്. ഹോം, ഇൻസ്ട്രക്ഷൻസ്, ചെക്ക് ദ എലിജിബിലിറ്റി, അപ്ലൈ, ഗെറ്റ് ഇൻ ടച്ച്, ഓൾ ദോസ് തിങ്സ്. സോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ http.certificate.mtu.ac.in പോവുക. അതിൽ പോയി കഴിയുമ്പോൾ 3-4 കാര്യങ്ങൾ. ഒന്ന് ഇൻസ്ട്രക്ഷൻ, ചെക്ക് എലിജിബിലിറ്റി, അപ്പൈ ഓൺലൈൻ കോൺടാക്ട്. ഇത് അപ്ഡേറ്റഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അപ്പൊ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണിക്കാം. സോ ബേസിക്കലി നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ട എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നമ്മുടേതായിട്ടൊരു പോർട്ടൽ ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയി കഴിയുമ്പോൾ അപ്ലൈ എന്നുള്ളിടത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ SSC ബുക്കിലുള്ള പേര്, അഡ്രസ്സ്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സർട്ടിഫിക്കറ്റ്, സെക്യൂരിറ്റി കോഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ IDയും പാസ്വേഡും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇമെയിലിലേക്ക് വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആ രജിസ്ട്രേഷന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പറയപ്പെടുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുക. സോ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം, 2014 ശേഷം BTechനോ MTechനോ BEക്കോ ME-ക്കോ അഡ്മിഷൻ എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ കോഴ്സുകൾക്ക് ഇക്വലൻസിയോ എലിജിബിലിറ്റിയോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടത്തില്ല. കാരണം 2014 ശേഷമാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരളത്തിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയ കോഴ്സുകളുടെ എല്ലാം ഗവേൺ ചെയ്യാനായിട്ട് KTU വന്നത്. അതുകൊണ്ട് അതിനുശേഷമുള്ള റെക്കഗ്നേഷൻ എലിജിബിലിറ്റികളെല്ലാം വാങ്ങേണ്ടത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. നിങ്ങൾ ഇതിൽ പോയതിനു ശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പറയപ്പെടുന്ന കോഴ്സിന് നമുക്ക് എലിജിബിലിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ്. അത് നോക്കാനായിട്ട് നമ്മൾ മുമ്പേ എടുത്ത യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയതിനു ശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ടാബിൽ പോയി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു എല്ലാവർക്കും കോമൺ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളവരണം ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഏത് ലെവലിലാണ്, UG ആണോ PG ആണോ? UG ലെവൽ. റെഗുലർ ആണോ, പ്രൈവറ്റ് ആണോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, റെഗുലർ. ഏതൊക്കെ കോഴ്സുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം.
ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ ബാച്ചലർ ഓഫ് എക്കണോമിക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ബാച്ചലർ ഓഫ് ഇംഗ്ലീഷ്, ബി എ ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എ ഹിസ്റ്ററി, ബി എ പൊളിറ്റിക്കൽ സയൻസ്, ബി എ തമിഴ് ലിറ്ററേച്ചർ, BBA, then BBA, BCom, then we have Bachelor of Physics, that is BPEd, Bachelor of Physical Education, then BSc Computer Science and Application, BSc Digital and Cyber Forensic, then BSc Biochemistry, then BSc Botany, BSc Chemistry, അങ്ങനെ ഡിഫറെന്റ് കോഴ്സുകൾ അവിടെ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ്, നിങ്ങളുടെ കോഴ്സ് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളുടെ കോഴ്സ് ഇതിനകത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ഓരോന്നിനും ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇക്വലൻസിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഒരു UG പ്രോഗ്രാമിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു UG പ്രോഗ്രാമിന്, UG റെഗുലർ പ്രോഗ്രാമിന് വേണ്ടിയാണെങ്കിൽ എന്തൊക്കെ വേണം? UG റെഗുലർ പ്രോഗ്രാമിന് വേണ്ടിയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാം, ദാറ്റ് മീൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, TC ഓർ കോഴ്സ് കംപ്ലീഷൻ ഓർ ദ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അതെന്തിനാന്ന് വെച്ചാൽ TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ച കോഴ്സ് റെഗുലർ ആണോ ഡിസ്റ്റൻസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ SLC അല്ലെങ്കിൽ SSC ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12 ഇക്വലന്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ UGയുടെ മാർക്ക് ലിസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് UG ആണെങ്കിൽ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ PGക്കാണ് ഇക്വലൻസി അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ, PGക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ ബോണഫൈഡ്, UGയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PGയുടെ സർട്ടിഫിക്കറ്റ്, SLC 12ന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ക്വാളിഫയിങ് എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ്. ഇത്രയും സാധനങ്ങൾ വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ഇത്രയും ഡോക്യുമെന്റുകൾ നമുക്ക് ആവശ്യമാണ്. ഇൻ കേസ് നിങ്ങളുടെ കോഴ്സ് ഈ പറയപ്പെടുന്ന ലിസ്റ്റിനകത്ത് ഇല്ല എങ്കിൽ, നിങ്ങളുടെ കോഴ്സ് ഈ പറയപ്പെടുന്ന ലിസ്റ്റിനകത്ത് ഇല്ല എങ്കിൽ, നിങ്ങൾ അതിന് ഈ പറയപ്പെടുന്ന കോഴ്സ് റെക്കഗ്നൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രപ്പോസൽ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രപ്പോസൽ ഫോമിൽ പ്രപ്പോസൽ കൊടുക്കണം. അതിനകത്ത് നിങ്ങൾ പഠിച്ച കോളേജിലെ സിലബസ്, അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം, ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ, ഇവയെല്ലാം പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കോളേജിലെ റെക്കഗ്നൈസ്ഡ് ഓഫീസറെയും കൊണ്ട്, അതായത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റി ഉണ്ടാവാം, അദ്ദേഹത്തെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കോളേജ് സീല് വെച്ച് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ CD-യിൽ സോഫ്റ്റ് കോപ്പി ആക്കിയും അല്ലാതെ ഹാർഡ് കോപ്പി ആയി യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് കൂടി ഈ പറയപ്പെടുന്ന നമ്മുടെ കോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് തരണം. അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീട് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലിസ്റ്റിൽ പേരുള്ളവർക്കാണെങ്കിൽ, ഈ പറയപ്പെടുന്ന ലിസ്റ്റിൽ, ഈ പറയപ്പെടുന്ന നമ്മുടെ കോഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഈ പ്രപ്പോസൽ ബാക്കിയുള്ള ഡീറ്റെയിലുകളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇക്വലൻസി കൊടുക്കുന്നതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഇതിന് ആപ്ലിക്കേഷൻ വേണ്ടി നടന്നു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി നമ്മുടെ ഒരു കോഴ്സ് അതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോഴ്സ് BBA അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് ആണ് നമ്മുടെ കോഴ്സ്, എലിജിബിലിറ്റി അവർ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽ കൂടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ID യും പാസ്വേഡും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അപ്ലൈ ഫോർ ഇക്വലൻസി ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് വേണ്ടത്? സർട്ടിഫിക്കറ്റ് ഫോർ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്, ഏത് ലെവൽ കോഴ്സാണ്, റെഗുലർ ആയിരുന്നോ, ഡിസ്റ്റൻസ് ആയിരുന്നോ, സെമസ്റ്റർ ആയിരുന്നോ, ഇയർ വൈസ് സ്കീം ആയിരുന്നോ, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയായിരുന്നു, എന്തിനാണ് സർട്ടിഫിക്കറ്റ്. ചിലർ ഹയർ സ്റ്റഡീസിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ചോദിക്കാം, ചിലർ എംപ്ലോയ്മെന്റിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാം. അപ്പോൾ ഏതാണ് പർപ്പസ് എന്ന് സ്പെസിഫൈ ചെയ്യുക. നമ്മൾ പാസ് ചെയ്ത കോഴ്സിനെ തീരുമാനിക്കുക. ഇക്വിവാലന്റ് കോഴ്സ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോളേജിൽ നമ്മുടെ കോഴ്സിന്റെ പേര് എന്താണ്, അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം MG യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സുമായിട്ടാണ് നമുക്ക് ഇക്വലൻസി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് കിട്ടുന്നത്. അതിന് ലൈക്ക് നമുക്ക് ഇക്വലൻസ് കിട്ടുക BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മോഡൽ 1 അതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തു. ഡോക്യുമെന്റ് PDF ഫോമിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ഡോക്യുമെന്റ് ഉണ്ട്? UG ആണെങ്കിൽ UGയുടെ സർട്ടിഫിക്കറ്റ്, UGയുടെ മാർക്ക് ലിസ്റ്റ്, TC അല്ലെ കോഴ്സ് കംപ്ലീഷൻ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കോഴ്സ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ്, കോഴ്സ് റെക്കഗ്നേഷൻ, അതിനകത്ത് കോഴ്സ് കംപ്ലീഷൻ നമുക്ക് അതിനകത്ത് പോയി. പിന്നെ വേണ്ടതെന്ന് പറയുന്ന മാർക്ക് ലിസ്റ്റ്, പിന്നെ SLCയുടെയും 12ന്റെയും സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിന് പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ടാവും. ആ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് ഫീസ് പേ ചെയ്യുക.
ആപ്ലിക്കേഷൻ ഡോക്യുമെന്റുകളെല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. നമ്മുടെ പേര്, ഇമെയിൽ ID, എന്താണ് സബ്മിറ്റ് ചെയ്തത്, ഏത് കോഴ്സിനാണ്, നമ്മൾ പാസ്സായ കോഴ്സ് ഏതാണ്, അതിന് ഇക്വലന്റ് കോഴ്സ് MG യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്, ഫീസ് എത്രയാണ്, നമ്മൾ ആപ്ലിക്കേഷനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കപ്പോൾ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ വരും. അത് നമ്മൾ പ്രിന്റ് ചെയ്ത് വെക്കാം. ദെൻ ഇൻകംപ്ലീറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതിനകത്ത് കൊടുക്കാനായിട്ടുണ്ടാവും, അതുകൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് റെഡിയാണ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തു, ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തു, സർട്ടിഫിക്കറ്റ് റെഡി ടു ഡൗൺലോഡ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിലിലേക്കും അതുപോലെ തന്നെ നമ്പറിലേക്കും മെസ്സേജ് വരുന്നതാവും. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എന്ത് കാണിക്കും, ഡൗൺലോഡ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്നൊരു കാര്യം ഡോക്യുമെന്റോട് അപ്ലോഡ് ചെയ്ത് തരണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇൻ കേസ് യുവർ ഡിഗ്രി റെഗുലർ കോഴ്സ് ആൻഡ് degree is not found among the mapped courses, you can send an email with the scanned copies of degree certificate, provisional certificate, TC and course completion for the necessary action for listing the said course enabling the submitting action. For example, നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയപ്പെടുന്ന നിങ്ങളുടെ ഈ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുക. അതുപോലെ തന്നെ TC അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് ബാക്കിയുള്ള നെസസറി ഡോക്യുമെന്റുകൾ കൂടി സ്കാൻ ചെയ്ത് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ ഡീറ്റെയിലുകളെല്ലാം ടൈപ്പ് ചെയ്ത് ഒരു മെയിൽ ചെയ്യുക, MG യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്യുക. MG യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കോഴ്സ് ഇതിനകത്ത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. സോ അങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ദെൻ വാട്ട് ഈസ് കോഴ്സ് റെക്കഗ്നേഷൻ? നമ്മുടെ കോഴ്സ് റെക്കഗ്നൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ അപ്ലൈ ഫോർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞ പോലെ അപ്ലൈ ഫോർ കോഴ്സ് റെക്കഗ്നേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബേസിക് ആയ ഡീറ്റെയിലുകൾ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ദെൻ കോഴ്സ് ഏതാണ്, കോഴ്സ് ആര് നടത്തി, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്, കോഴ്സ് ലെവൽ ഏത്, UG ആണോ, PG ആണോ, അല്ലെങ്കിൽ PhD ആണോ, കോഴ്സിന്റെ പേരെന്താണ്, മോഡ് ഓഫ് സ്റ്റഡി എന്താണ്, ദെൻ ഫോർ എക്സാമ്പിൾ ഏത് വർഷമാണ് പാസ്സായത്, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു കോഴ്സ്, രജിസ്ട്രേഷൻ നമ്പർ ഏതാണ്, MG യൂണിവേഴ്സിറ്റിയിലെ ഏത് കോഴ്സുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ഇവയൊക്കെ ഡീറ്റെയിലുകളെല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ടാവും, ആ ഫീസ് കൂടി പേ ചെയ്യുക. പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ടോ, പ്രിസ്ക്രൈബ്ഡ് ഫീസ് കൂടി നമ്മൾ പേ ചെയ്യുക. ഓക്കെ, then ഇപ്പൊ കോഴ്സ് റെക്കഗ്നേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്കിൽ മെയിൽ ദ ആപ്ലിക്കേഷൻ ഫോം എലോങ് വിത്ത് ലിസ്റ്റഡ് ഡോക്യുമെന്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചോദിച്ച ഡോക്യുമെന്റുകളെല്ലാം സ്കാൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്മൾ പ്രിന്റ് എടുത്ത ആപ്ലിക്കേഷനും അതുപോലെ തന്നെ സ്കാൻഡ് ഡോക്യുമെന്റ്സൂടെ ഈ കോഴ്സ് റെക്കഗ്നിഷൻ @mgu.ac.in എന്ന് പറയുന്ന മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യുക. മെയിൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പിന്നീട് സ്റ്റാറ്റസ് ഓഫ് ദി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻ കേസ് നമ്മുടെ കോഴ്സ് റെക്കഗ്നേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സെയിം ലോഗിനിൽ കയറി നിങ്ങളുടെ കോഴ്സ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ആ പറയപ്പെടുന്ന ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗിൻ പോർട്ടലിൽ മെൻഷൻ ചെയ്യുന്ന അവിടെ കയറി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. Applicant will receive the university order by post. That means നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴ്സ് റെക്കഗ്നേഷൻ കിട്ടി എന്നുള്ളതിന്റെ നിങ്ങളുടെ കോഴ്സ് റെക്കഗ്നേഷന്റെ ഓർഡർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ച് കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റോ ആണെങ്കിൽ നമ്മൾ ഈ പോർട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയപ്പെടുന്ന കോഴ്സ് റെക്കഗ്നേഷൻ ആണെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി പ്രൊസീജിയേഴ്സ് കമ്പാരിറ്റീവ്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എളുപ്പമാണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ as a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.